പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാട്ടിൻ്റെ നിലാവാണ്. ജീവിതത്തിൽ നാം ഇന്നേ വരെ കേട്ടിട്ടുള്ള മലയാള ഗാനങ്ങളിൽ ഏറ്റവും ഭാവാത്മകമായി പാടുന്ന ഭാവഗായകനാണ് ജയേട്ടൻ. പാട്ടിലെ നിലാവിൻ്റെ കുളിരുണ്ട്, ആ നിലാവിൻ്റെ സുഗന്ധമുണ്ട്. ജയേട്ടൻ പാടിയ ഓരോ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ യൗവന എന്ന് പറയുക കൗമാരസ്വരമാണ്. ഇത്രയ്ക്കധികം പ്രണയ എന്താ പറയുക അതിൻ്റെ ഒരു ഭാവമുള്ള മറ്റൊരു ശബ്ദം മലയാളത്തിലില്ല. പക്ഷേ ജയേട്ടൻ്റെ ഭൗതിക ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. ജയേട്ടൻ്റെ പാട്ടുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് വെറുതെ ഒന്ന് തൊടുക പോലും വേണ്ട, പാട്ടുകൾ ഓരോന്നായി വരും. ആദ്യം പാടിയ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന 65 പാട്ട് മുതൽ അദ്ദേഹം പുറത്തേക്ക് വരുന്നത് 1966 മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടിലൂടെയാണ്, ദേവരാജ സംഗീതത്തിലൂടെ. അപ്പോൾ എല്ലായ്പ്പോഴും ജയേട്ടൻ്റെ പാട്ടിൻ്റെ ഒരു ഭാവാത്മകതയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊരു കാമുക ഭാവവും എന്നും നിലനിൽക്കുന്നതാണ്. പിന്നെ ഒരു വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ്. സ്വർഗവാതിൽ ഏകാദശിയുടെ സന്ധ്യയ്ക്ക്, ഇന്നലെ സന്ധ്യയ്ക്കാണ് സ്വർഗവാതിൽ ഏകാദശി തുടങ്ങിയത്. ഇന്നലെ 7:45 മരിക്കുന്നു. അവിടെയും അദ്ദേഹത്തെ ദൈവം സ്വർഗവാതിൽ തുറന്നു കൊണ്ടുപോയി എന്നാണ് ആരാധകരായ എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. ജയേട്ടനെ പോലെ ഇത്രയും മലയാള ഭാഷയുടെ ചന്തം മനസ്സിലാക്കി അതിഗംഭീരമായി റെൻഡർ ചെയ്യുന്ന പാട്ടുകാർ വളരെ അപൂർവമാണ്. അതിമനോഹരമാണ് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റെൻഡറിങ്. അതുപോലെ തന്നെ തമിഴ് പാട്ടുകളിലും, ഇപ്പോൾ ഇളയരാജയുടെ പാട്ടായാലും MS-V സാറിൻ്റെ പാട്ടായാലും അതിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവ സൗന്ദര്യം വളരെ മനോഹരമാണ്. പിന്നെ കന്നഡ പാട്ടുകളായാലും തെലുങ്ക് പാട്ടായാലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ ആ ഭാവനിലാവിൻ്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹം പതിപ്പിക്കും. ജയചന്ദ്രൻ തന്നെയാണ്, അതൊരു ഭാവചന്ദ്രനാണ്, അതൊരു മധുചന്ദ്രികയാണ്. ഇപ്പോഴും എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു തേങ്ങല എനിക്ക് വ്യക്തിപരമായ അത്രയും അടുപ്പം. അതായത് അദ്ദേഹത്തിൻ്റെ വലിയ ശക്തമായ നിറത്തിലുള്ള തിരിച്ചുവരവിന് ശേഷം അദ്ദേഹം നടത്തിയ ഒട്ടനവധി പരിപാടികളുടെ ഒരു അവതാരകനായിട്ടും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു ചാനലിന് വേണ്ടി 100ഓളം എപ്പിസോഡുകൾ ചെയ്ത ഒരാളായിട്ടും വലിയ സൗഹൃദമായത്. എൻ്റെ വീട്ടിൽ വന്നിരിക്കും, ഒഴിവ് സമയത്ത് വന്നിരുന്ന് ഞങ്ങളിങ്ങനെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. മുഹമ്മദ് റാഫിയുടെ പാട്ട് ജയേട്ടൻ പാടുന്ന കേൾക്കണം. മുഹമ്മദ് റാഫി നമുക്ക് നൽകിയ ഭാവാത്മകത എന്ന് പറയുന്നത് ഒരല്പം പോലും ചോർന്നു പോകാതെ അതിമനോഹരമായ റെൻഡറിങ് ആണ്. പിന്നെ ഇഷ്ടഗായിക സുശീലാമ്മയാണ്. സുശീലാമ്മയുടെ പാട്ടുകളും മുഹമ്മദ് റാഫി സാറിൻ്റെ പാട്ടുകളും MS വിശ്വനാഥ് സാറിൻ്റെ പാട്ടുകളും ദേവരാജ മാഷയുടെ പാട്ടുകളും ഉണ്ടെങ്കിൽ ജയേട്ടൻ ആർക്കും ഒരു കുഞ്ഞിനെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും റെക്കോർഡിങ്ങിന് വേണ്ടി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, മുഹമ്മദ് റാഫിയുടെ പാട്ടിനെ പറ്റി സംസാരിക്കുക, സുശീലാമ്മയുടെ പാട്ടിനെ കുറിച്ച് സംസാരിക്കുക, MS-V സാറിൻ്റെ ദേവരാജ മാഷയുടെ പാട്ടിനെ സംസാരിക്കുക. നിഷ്പ്രയാസം ജയേട്ടനെ നമുക്ക് കൂടെ കൊണ്ടുപോകാം. മാത്രമല്ല അദ്ദേഹം പറയുന്ന എല്ലാവരോടും കൊടുക്കുന്നൊരു ഉപദേശം പാട്ടുകാരോട് പറയുന്നത്, ജയേട്ടൻ സംഗീതം പഠിച്ചിട്ടില്ല, നിങ്ങൾ സംഗീതം പഠിക്കേണ്ട, നിങ്ങൾ കേട്ടാൽ മതിയാണ്, നല്ല കേൾവിക്കാരാവുക എന്നാണ് ജയേട്ടൻ്റെ അഡ്വൈസിൻ്റെ. അതിലൂടെ ഒരുപാട് പേര് വളർന്നു വന്നിട്ടുണ്ട് ജയേട്ടൻ്റെ ഈ അഡ്വൈസോട് കൂടി. ഇപ്പോഴും പുതിയതായി പാടുന്ന പല ആളുകളുടെ ശബ്ദത്തിലും ജയേട്ടൻ്റെ ഒരു റെൻഡറിങ്, ഈ അടുത്ത കാലത്ത് 1-2 പാട്ട് ഗായകരെ ഞാൻ കേട്ടു. ജയേട്ടൻ നമ്മുടെ ഹൃദയത്തിലിരുന്നുകൊണ്ട് പാടുന്നയാളാണ്. അതൊരു ഹൃദയസ്വരാണ്, അത് ഹൃദയേശ്വരിക്കും അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, എല്ലാതരം ഭാവങ്ങളും. ഇപ്പോൾ ഒന്നിനെ ശ്രുതി താഴ്ത്തി എന്ന ദേവരാജൻ മാസ്റ്റർ വയൻവ്യൂരിക്ക് പാട്ട് എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ്. അത് കുഞ്ഞിനെ പാടി ഉറക്കാം, കാമുകിയെ പാടി ഉറക്കാം, ഭാര്യയെ പാടി ഉറക്കാം. അപ്പം അങ്ങനെ എന്താ പറയുക, വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ച പാട്ടുകൾ. അതിനകത്ത് എന്താ പറയേണ്ടത്, ഭക്തിഗാനങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, ഭക്തിഗാനമായാലും ലളിതഗാനമായാലും ചലച്ചിത്രഗാനമായാലും ജയേട്ടൻ പാടിക്കഴിഞ്ഞാൽ അത് ഹിറ്റാണ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു ലെവലിൽ വരില്ല ലളിതഗാനങ്ങൾ, ഭക്തിഗാനം എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ 81 ഇറങ്ങിയ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ആൽബം ഇപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി കേൾക്കുന്ന പോലെ അത് കേൾക്കുന്നുണ്ട്. ഹർഷബാഷ്പം കേൾക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ കേൾക്കുന്നുണ്ട്. രാജീവ് നയനെ കേൾക്കുന്ന പോലെ അദ്ദേഹം വേണ്ടിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ചെയ്ത പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജയേട്ടനൊരു നമ്മളെപ്പോഴും തഴുകുന്നൊരു നിലാവാണ്. ജയേട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞൊരു നിലാസ്പർശമാണ്, നിലാചന്തമാണ്, ഒരിക്കലും മരിക്കാത്ത കാമുക ഭാവമാണ്. ആ ജയചന്ദ്രിക ഭൗതികമായിട്ട് പോയിട്ടുള്ളൂ. ആ പാട്ടുകൾ എന്നും നിലനിൽക്കും. ആ പാട്ടിൻ്റെ ലോകത്ത് നമുക്ക് വീണ്ടും ഇപ്പോൾ തന്നെ എത്രയോ ചാനലുകളിലും റേഡിയോകളിലും വാഹനങ്ങളിലും വീടുകളിലുമൊക്കെ ജയേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ജയേട്ടൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ നടന്ന ഒരാളെന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ആരാധകൻ എന്ന രീതിയിൽ, അദ്ദേഹത്തെ സുഹൃത്തു പോലെ എന്നെ കണ്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ ഹൃദയാഞ്ജലികൾ അർപ്പിക്കുന്നു.
അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ പാട്ടിനെ അതിൻ്റെ ഭാവം എല്ലാവിധ ഭാവത്തോടെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്താണോ അത് ഉദ്ദേശിക്കുന്നത് അതേ ഭാവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തോളം മറ്റൊരു ഗായകനില്ല എന്നുള്ളതാണ് ഈ അനുസ്മരിക്കുന്ന എല്ലാ മനുഷ്യരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം സംഗീത നാടക ഹാളിലേക്ക് ഈ പറയുന്നത് പോലെ മൃതദേഹം മാറ്റും ശേഷം അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക.